ഹലോ, പാർവതിയാണേ. ഒന്ന് ക്യുക്കായി റെഡിയായി പുറത്തു പോയി വീട്ടിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഒരു ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് പുറത്തു പോകാമെന്ന് വെച്ചു. അപ്പോഴാണ് എനിക്ക് സെഫോറയിൽ നിന്ന് 2 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യും. അങ്ങനെ ആ പോയിൻറ്റ്സ് ആഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എത്ര പോയിൻറ്റ്സ് ആയപ്പോൾ അവർ തന്ന ഗിഫ്റ്റാണ്. ബെവർലി ഹിൽസ് അനസ്തേഷ്യയുടെ ഒരു ലിപ് ഗ്ലോസും ഒരു ഐബ്രോ പെൻസിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ലിപ് ഗ്ലോസ് എനിക്ക് കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊള്ളാൻ തോന്നി. അങ്ങനെ റൂമിൽ നിന്ന് പതുക്കെ നടന്ന് മർസ ഹൈപ്പർ മാർക്കറ്റിലെത്തി. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും പാലും പഴവും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പതുക്കെ നടന്ന് റൂമിലേക്ക് എത്തി. അങ്ങനെ ഇന്നത്തെ ദിവസം നടത്തമായി വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പഴവും പാലും ഒക്കെ അതാത് സ്ഥലത്തൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ദോശമാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാവൊക്കെ പൊട്ടിച്ചൊഴിച്ച് പാത്രത്തിലൊഴിച്ച് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് രാത്രിയിലെ ഡിന്നറിന് ദോശയും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി. സാമ്പാർ ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചു. പിന്നെ കുറേയധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ചത്. അമ്മയൊക്കെ വന്നപ്പോൾ എല്ലാ ദിവസവും നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു രാവിലെ. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും ഓട്സിലാണ് ഒതുക്കാറുള്ളത്. അങ്ങനെ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓവർനൈറ്റ് ഓട്സിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഓട്സ് എടുത്ത് പാത്രത്തിലിട്ടു. പിന്നെ കുറച്ച് ആപ്പിൾ നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്തു. അതുപോലെ തന്നെ പഴവും ആഡ് ചെയ്തു. പിന്നെ ഞാൻ പൊമഗ്രനേറ്റും ബ്ലൂബെറിയും ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഗ്രീക്ക് യോഗട്ടും കൂടി ഇട്ട് പാലും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യും. പിന്നെ അവസാനം കുറച്ച് ഹണിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് രാവിലെ ഉറക്കം എണീക്കുമ്പോഴേ എടുത്ത് ഞാൻ പുറത്ത് വെക്കും. എന്നിട്ട് റെഡി ആയതിന് ശേഷം അപ്പോൾ ആ തണുപ്പൊക്കെ ഒന്ന് കുറച്ച് കുറയും. എന്നിട്ട് റെഡി ആയതിന് ശേഷം കഴിച്ചിട്ട് ഓഫീസിൽ പോകും. അങ്ങനെയാണ് മിക്ക ദിവസങ്ങളിലും ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാനുള്ളൊരു ഇതിലേക്കായി. അങ്ങനെ റൂമിൽ വന്നു. ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഞാൻ വിറ്റാമിൻ സിയുടെ ഒരു ഫേഷ്യൽ ക്ലെൻസിങ് വൈപ്സാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു നൈറ്റ് ക്രീമൊക്കെ ഉണ്ട്. അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങാൻ പോയി. അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.